ഇതാണ് വാർത്ത. അതായത് അൻവറിൻ്റെ വാക്ക് വിശ്വസിച്ച് വീടുകൾ പൊളിച്ച് വിശ്വാസം അർപ്പിച്ചവർ ഇപ്പോൾ തെരുവിലിറങ്ങി എന്ന് പറഞ്ഞിട്ട് ചേലക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് അവിടെ ചില വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം എന്ന് ഞങ്ങൾ ഏറ്റിരുന്നു. അതൊരു വസ്തുതയാണ്. അതിൽ 6 or 7 വീട് ഞങ്ങൾ പണി തുടങ്ങിയതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം. അതിൻ്റെ ഫോട്ടോസൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട്. ആ വാർത്തയിൽ ആത്യന്തികമായി ന്യൂസ് മലയാളം പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആളുകളെ പറഞ്ഞു പറ്റിച്ചു, അൻവർ ഒരു എന്താ പറയുക വഞ്ചകനാണ് എന്ന് വളരെ വളരെ പരിശ്രമിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യം തന്നെ എനിക്കതിൽ ആ വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കാനുള്ളത്, ഞാൻ കാര്യങ്ങൾ നേർക്കുനേരെ പറയുന്ന ആളാണ്. ഇവിടെ 1000 വീടുകൾ ഒരു KPCC ഇവിടെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. എത്ര വീട് ഉണ്ടാക്കി കൊടുത്തു എന്ന് ഞാൻ പറയേണ്ട നിങ്ങൾക്കറിയാം. അത് പോട്ടെ. ഇപ്പോൾ ചൂരൽമല ദുരന്തം കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് 1 വർഷവും 1 ദിവസവുമായി 796 കോടി ഉറുപ്പിക ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ പിരിച്ച് മുഖ്യമന്ത്രിയുടെ വയനാട് ഫണ്ടിന് മാത്രം കൊടുത്താ. ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ടില്ല ഗവൺമെൻറ് ഈ നിമിഷം വരെ. ഈ പറയുന്ന 7 or 8 വീടുകൾ അതിൽ 3/4 പങ്കും പണിയും കഴിഞ്ഞ് കിടക്കുകയാണ്. പലതും വാർക്കാനുള്ള ഘട്ടത്തിലാണ്. ഇത് നാട്ടുകാരോട് പിരിവിട്ടിട്ട് PV അൻവർ കെട്ടിച്ചതല്ല, എൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം കൊടുത്ത് കൊടുത്ത വീടുകളാണ്. എന്നാൽ കഴിയുന്ന വിധം, എന്നെക്കൊണ്ട് കഴിയുന്ന വിധം പണി നടത്തി വന്നിട്ട് 6-7 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ സ്റ്റേജിലെത്തിയ വീടുകളുടെ വീഡിയോ മുഴുവൻ ന്യൂസ് മലയാളം തന്നെ അതിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ തന്നെ ആരെക്കൊണ്ടോ എൻ്റെ സ്റ്റാഫിന് ഫോൺ ചെയ്യിച്ചിരിക്കുക. ആ ഫോൺ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാഫ് പറയുന്നുണ്ട് അൻവർക്ക് തിരക്കിലാണ്, കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വിളിക്കും. അപ്പോൾ ആ സ്ത്രീ ഇങ്ങോട്ട് പറയും എപ്പോഴും തിരക്കിലാണല്ലോ. ആ സ്ത്രീയുടെ വീട് 3/4 കഴിഞ്ഞ് കിടക്കുന്ന കേട്ടോ.